അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. JK വിജയശങ്കർ നിൽക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, അർച്ചനയുടെ കഴുത്തിൽ ഞാനാണ് താലി കെട്ടുന്നത്, വരൂ അർച്ചന എന്ന് പറഞ്ഞ് അർച്ചനയുടെ കയ്യും പിടിച്ചിട്ട് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ വിജയശങ്കർ ഇങ്ങനെ പറയുന്നുണ്ട്, അർച്ചനയെ പോവരുത്, അയാളൊരു ചതിയനാണ്, അയാൾ കൊള്ളരുതാത്തവനാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ അർച്ചന എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം വിജയശങ്കർ അതൊരു സ്വപ്നം കാണുകയാണ് കേട്ടോ. ചന്ദ്ര പെട്ടെന്ന് എണിച്ചിട്ട് എന്ത് പറ്റി വിജയേട്ടാ, എന്താണ് എന്നിങ്ങനെ ചോദിക്കും. എന്താ അർച്ചന എന്ന് വിളിക്കുന്നത് ചോദിക്കും. അയ്യോ ഞാനതൊരു സ്വപ്നം കണ്ടതാണ് എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് അങ്ങനെ കലി കയറുകയാണ് കേട്ടോ. നിങ്ങൾ എന്നെയും കുഞ്ഞിനെ നല്ല മനസ്സിൽ ആലോചിച്ചിട്ട് നടക്കുന്നത്, ഇപ്പോഴും നിങ്ങൾ അവളെക്കുറിച്ചാണ് ആലോചിക്കുന്നത്, അതുകൊണ്ടാണല്ലോ സ്വപ്നം കണ്ടത്. എന്താ സ്വപ്നം കണ്ടത് അത് എന്ന് പറയുമ്പോൾ എനിക്കത് ഓർമ്മയില്ല എന്നിങ്ങനെ പറയുമ്പോൾ, അത് ശരിയാണ്, അവളെ സ്വപ്നം കണ്ടത് എന്താണെന്ന് എന്നോട് പറയാൻ മാത്രം നിങ്ങൾക്ക് പറ്റില്ല, അപ്പം ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നെല്ലാം പറയാൻ കേട്ടോ. അതിനുശേഷം വിജയശങ്കർ ഉറങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഉറങ്ങാതെ എഴുന്നേൽക്ക്, കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വീണ്ടും പറയുകയാണ് കേട്ടോ. അർച്ചനയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചിട്ട് ഇപ്പോൾ അർച്ചന മാത്രം മതി നിങ്ങൾക്ക്, എന്നെയും കുഞ്ഞിനെയും അല്ല. ചന്ദ്രയോട് നിങ്ങൾക്ക് മടുപ്പ് തോന്നി തുടങ്ങിയോ, അർച്ചനയോട് ഇഷ്ടം കൂടി തുടങ്ങിയോ എന്നിങ്ങനെ ചോദിച്ചിട്ട് ചന്ദ്ര വിജയശങ്കറിന് ഇങ്ങനെ പറയുന്നു കേട്ടോ. അത് കേൾക്കുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, ചന്ദ്ര എനിക്കൊരു സമാധാനം തായോ, ഞാനിവിടെ നിൽക്കണോ അതോ പോവണോ എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾ പോവുകയെ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തു, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർത്തോളൂ, നിങ്ങളുടെ മനസ്സിൽ ഞാനും എൻ്റെ കുഞ്ഞും മാത്രമേ പാടുള്ളൂ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അതിനുശേഷം ചന്ദ്ര പോയി കിടക്കുകയാണ്. വിജയശങ്കർ ആകെ സമനില തെറ്റിയ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ ഇപ്പം ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പറയും, എന്താ വന്ന് കിടക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. പിന്നീട് വിജയശങ്കർ അവിടെ പോയി കിടക്കുകയാണ് കേട്ടോ. പിറ്റേ ദിവസം JK ഇങ്ങനെ രാവിലെ തന്നെ എന്തോ പണിപ്പുരയിലിരിക്കുകയായിരിക്കും കേട്ടോ. ആ സമയത്ത് അർച്ചന അങ്ങോട്ടേക്ക് കയറി പോകും കേട്ടോ. എന്താണ് ഞാൻ വന്നത്, ശല്യമായോ സാറേ എന്ന് ചോദിക്കുമ്പോൾ ശല്യമൊന്നും ആയിട്ടില്ല. മനസ്സിൽ അർച്ചന വിചാരിക്കുന്നുണ്ട്, ഇന്ന് ഇയാൾ കുടിച്ചിട്ടില്ലല്ലോ, ഇന്ന് നല്ല ബുദ്ധിയിലാണല്ലോ എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അതേസമയം ഞാൻ എന്തിനാ വന്ന് എന്നുള്ളത് അറിയോ, ഇന്നലെ ഞാൻ വന്നിരുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ JK പറയണം, ഞാൻ എൻ്റെ പണി ചെയ്യുമ്പോൾ ഞാൻ കുടിക്കാറില്ല, അതുപോലെ കുടിച്ചു കഴിഞ്ഞ് എനിക്ക് നല്ല ഓർമ്മയുണ്ടാവും, അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ നല്ല ഓർമ്മയുണ്ട്. വീടൊഴിയണം പറഞ്ഞതല്ലേ, ഏതായാലും ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത്, പിന്നെ അത് ആവർത്തിക്കുന്നില്ല എന്ന് പറയുകയാണ്. ഞാനിപ്പോൾ വീടൊഴിയില്ല, എന്തായാലും ശരി, 11 മാസത്തെ എഗ്രിമെൻ്റ് ഉണ്ട്, അതിന് ശേഷം ഞാൻ ഒഴിയുള്ളൂ, ഭവതി എന്താണെങ്കിൽ ചെയ്യുക എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചനയ്ക്കാകെ ദേഷ്യം വരികയാണ് കേട്ടോ. നിങ്ങളെന്തായാലും ശരി, ഈ ഒരാഴ്ചൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്തായാലും വീടൊഴിയണം എന്നിങ്ങനെ പറയണം. എന്തായാലും എഗ്രിമെൻറ്റ് പേപ്പറൊന്നും ശരിയാക്കിയിട്ടില്ലല്ലോ, വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യാമെന്നിങ്ങനെ പറയാം. ആട്ടെ ഭവതി എന്താ ചെയ്യ്, ഞാൻ എന്തായാലും ഇപ്പോൾ ഈ വീടൊഴിയാൻ തയ്യാറല്ല എന്നിങ്ങനെ അർച്ചന പറയണം കേട്ടോ. അതിനുശേഷം അർച്ചന അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 2 പീഡന കേസിലെ പയ്യന്മാരുണ്ടാകും കേട്ടോ. അവർ അർച്ചനയെ തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങൾക്ക് ജാമ്യം കിട്ടില്ല എന്നല്ലേ പറഞ്ഞിരുന്നത്, വിജയശങ്കർ ഞങ്ങൾക്ക് ജാമ്യം തന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് അർച്ചനയെ ഉപദ്രവിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങളെ എന്തെല്ലാമാണ് ചെയ്തത്, കോടതിയിൽ നിർത്തിയത്, ഞങ്ങൾ എന്തെല്ലാം നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അർച്ചനയെ വണ്ടി നിർത്തുകയും അർച്ചനയെ അടിക്കാൻ പോണ പോലെയും എല്ലാം ചെയ്യണം കേട്ടോ. അതേസമയം അങ്ങോട്ടേക്ക് ഒരു പോലീസ് ജീപ്പ് വരികയാണ് കേട്ടോ. അതിൽ അച്ചു ആയിരിക്കും കേട്ടോ. അച്ചുവിനെ കണ്ടത് അർച്ചന ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അച്ചു വിളിക്കുകയാണ്. അച്ചു അങ്ങനെ അവരെ പിടിച്ച് അങ്ങനെ ജീപ്പിനകത്ത് ഇടുകയാണ് കേട്ടോ. മോനെ അച്ചു എന്നിങ്ങനെ പറയണം, ചേച്ചി പോയിക്കോ എന്ന് പറയണം കേട്ടോ. അതിനുശേഷം അച്ചു അങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. അവരെ കൊണ്ടുപോയിട്ട് നല്ല അടി കൊടുക്കണം കേട്ടോ. അതേസമയം ആ പോലീസ് സ്റ്റേഷനിലത്തെ ഒരു ജീവനക്കാർ വിചാരിക്കുകയാണ്, ഇതാണ് സാറ് CCTV കേടുവെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞത് ഇതായിരിക്കില്ലേ കാരണം, ഇപ്പോഴാണ് ശരിക്കും ഒരു പോലീസ് സ്റ്റേഷനായത് എന്ന് ആ ജീവനക്കാരിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അതേസമയം അർച്ചന നേരെ ഓഫീസിലെത്തിയിട്ട് ദീപ്തിയുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ പറയണം കേട്ടോ. ദീപ്തി ഇങ്ങനെയെല്ലാം ഉണ്ടായി, അവന്മാരെന്തായാലും ജാമ്യത്തിലിറങ്ങി ഇങ്ങനെ പ്രശ്നമായി, അച്ചുവാണ് ഇനി പ്രശ്നം ഉണ്ടായത്, ഇനി അച്ചു അവിടെ പോയിട്ട് ആ പ്രതികളെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാക്കുമോ എന്തോ, അവിടെ എന്തായാലും CCTV ഉള്ളതാണ്, അതുകൊണ്ട് വിജയശങ്കർ അതിനെ എടുത്തിട്ട് വീണ്ടും പ്രശ്നങ്ങളാവും, അച്ചുവിൻ്റെ ജോലിയിൽ അത് വല്ല പ്രശ്നങ്ങളാവുമോ എന്തോ എന്ന് പറയുകയാണ് കേട്ടോ. അതിനുശേഷം അർച്ചന അച്ചുവിനെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. അതേസമയം അർച്ചന പറയുന്നുണ്ട്, മോനെ അവരെ ഒന്നും ചെയ്യരുത്, അവർ ഭയങ്കര പിടിപാടുള്ള ആൾക്കാരാണ്, അതേപോലെ തന്നെയാണ് അത് ജനമൈത്രി പോലീസാണ്, അവിടെ CCTVയും എല്ലാ കാര്യങ്ങളും ഉണ്ട്, മോൻ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അച്ചു വിചാരിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ചേച്ചിയെ കൂടി വിഷമിപ്പിക്കേണ്ട, ഒന്നുമില്ല, അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഇവിടെ ജനമൈത്രി പോലീസല്ലേ, അതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല ചേച്ചി എന്നിങ്ങനെ പറയണം. ചേച്ചി ഒരു പരാതി എഴുതി തന്നാൽ മതി, മെയിൽ അയച്ചാൽ മതി, ഞാൻ ബാക്കി വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അർച്ചന പറയണം, ഒരു പരാതിയും വേണ്ട, ഒന്നും വേണ്ട മോനെ, അവരെ നീ വിട്ടയച്ചാൽ അവരെ ഞാൻ കണ്ടോളാം, കേസിൻ്റെ കാര്യത്തിൽ ഞാൻ കണ്ടോളാം, നീ അവർക്ക് ഒന്നും ചെയ്യരുത് എന്നിങ്ങനെ അർച്ചന അച്ചുവിനോട് പറയുകയാണ്.